ഇന്ന് നമ്മൾ ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 350 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നടുവേ കീറി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ കൊത്തിയതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ചക്കക്കുരുവിൻ്റെ തൊട്ട് താഴെ വരത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കത് കുക്കർ അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം. പല ചക്കക്കുരുവിന് പല വേവാണ്, ഒരു 2 വിസിലൊക്കെ മതിയാവും. ഇനി അത് നമുക്ക് വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാൻ. അതിന് ശേഷം ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളി ചതച്ചതും 2 ഇതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിന് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ എളുപ്പത്തിലൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.